വയനാട് മൂന്നാനക്കുഴിയിൽ കടുവ കിണറ്റിൽ വീണിരിക്കുന്നു. കാക്കനാട് ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കടുവ കിണറ്റിൽ പടവിൽ ആണ് കടുവ ഇരിക്കുന്നത്. ഷെയ്ദ്, ഇപ്പോൾ കടുവയെ രക്ഷപ്പെടുത്താനുള്ള, അതായത് കിണറ്റിൽ നിന്നും കരകയറ്റാനുള്ള ശ്രമം എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ കടുവ കിണറ്റിൽ ചെന്ന് പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, വിവരങ്ങൾ ലഭ്യമാകുന്നത്? അക്ഷയ, ശ്രീനാഥിൻ്റെ കാപ്പിത്തോട്ടമുണ്ട്. കാപ്പിത്തോട്ടത്തിനോട് ചേർന്നുള്ള കിണറ്റിലാണ് കടുവ വീണത്. ഇന്ന് രാവിലെ മോട്ടറിൽ വെള്ളം കയറാൻ ഇരുന്ന സമയത്ത് പരിശോധിച്ചപ്പോഴാണ് കിണറ്റിൽ കടുവ കണ്ടത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് DFO ഉൾപ്പെടെയുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഇനി ഈ കടുവയെ ഇവിടെ നിന്നും മയക്കുവെടി വെച്ച് അതിനെ എടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. ഏകദേശം ഈ കിണറ്റിൽ വെള്ളമുണ്ട്. ഏകദേശം 5 അടിയോളം താഴ്ചയിൽ വെള്ളമുണ്ട്. പക്ഷേ വെള്ളത്തിന് പുറത്താണ് ഉള്ളത്. അതായത് വെള്ളത്തിൽ വീണ കടുവ പിന്നീട് കിണറിൻ്റെ ഒരു പടവിൽ കയറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ കിണറിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സ്ഥലത്തിൻ്റെ ഉടമ ശ്രീനാഥിൻ്റെ പിതാവ് ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയാണോ ശ്രീനാഥ് ഇവിടെ? ഇന്ന് രാവിലെയാണോ സംഭവം ഉണ്ടായത്? രാവിലെ ഒരു 7:30ക്കാണ് കാണാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? മകൻ്റെ ഭാര്യ വെള്ളം കയറാൻ വന്നപ്പം കിണറ്റിൽ വന്ന് നോക്കിയതാണ്. എന്നാലും കാണുന്നത് കടുവ കിടക്കുന്ന കണ്ടത്. പെട്ടെന്നൊന്ന് ചെറിയ വിഷമമൊക്കെ തോന്നി. പിന്നെ എങ്ങനെയാണ് കടുവ വെള്ളത്തിലാണോ ഉള്ളത്? അല്ലല്ല, വെള്ളത്തിലല്ല. വെള്ളത്തിനകത്തേക്ക് കുട്ടിറിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കടുവ. ഇവിടെ ഈ കടുവ ഇറങ്ങുന്ന സ്ഥലമാണോ? അല്ലല്ല, കണ്ടിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് പെട്ടെന്ന് കണ്ടിട്ടില്ല. അടുത്ത പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. വനപ്രദേശം ഉണ്ടോ? ഇല്ല, വനപ്രദേശം എന്ന് പറയാനില്ല. വലിയ വനം എന്ന് കാണുന്നത് 5 കിലോമീറ്റർ അകലെയാണ്. അത് ചേനക്കൊല്ലി എന്നുള്ള സ്ഥലത്ത് ഇച്ചിരി വലിയ വനമുള്ളൂ. ഇവിടെ അടുത്തുള്ളത് ചെറിയൊരു പോർഷനേ ഉള്ളൂ. 18 ഏക്കർ വരുന്നൊരു. ഇവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? എങ്ങനെ ഇവിടുന്നാണിത് ഈ പ്രദേശത്ത് വന്നത്? ഈ പ്രദേശത്ത് മൊത്തത്തിൽ കാണുന്നുണ്ട്. ഏത് പ്രദേശത്താണ് വന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാട്ടിലല്ല, കൂടുതലുള്ളത് നാട്ടിലാണ്. അതുകൊണ്ട് വാഗേരി, നേരത്തെ അപകടം ഉണ്ടായ ഒരാളെ കടിച്ചു വന്ന വാഗേരിയൊക്കെ അടുത്തുള്ള പ്രദേശം ഒരു 4-5 കിലോമീറ്റർ അകലെ ആളെ കൊന്ന് സ്ഥലമുള്ളത്. ഇവിടെ അടുത്തുനിന്നെല്ലാം കൂട് വെച്ച് കടുവ പിടിച്ച സ്ഥലമാണ്. 2-3 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലത്തും ആൾക്കാർ കാണാറുണ്ട് ഇതിന്. കൂടുതലായിട്ടിപ്പോൾ കാണുന്നത് പറമ്പിൽ കൂടെയൊക്കെയാണ് ഇതിന്. വെള്ളമുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പോവുക. ഇതെന്തോ മൃഗങ്ങളെ ഓടിച്ച് വന്നപ്പോൾ എടുത്ത് ചാടിയതായിരിക്കണം. അങ്ങനെയാണ് കണ്ടത് രാവിലെ. കിണറ്റിൽ വെള്ളമുണ്ട്. ഒരു 5 അടി വെള്ളമേ ഉള്ളൂ. വെള്ളം കിണറ്റിൽ പറ്റിയിട്ടുണ്ട്. വെള്ളം കയറാതെ വന്നപ്പോൾ വന്ന് നോക്കിയതാണ്. അങ്ങനെയാണ് കാണാൻ പറ്റിയത്. സ്ഥലത്തിന്റെ ഉടമ ശ്രീനാഥാണ് ഇപ്പോൾ ശശീന്ദ്രനാണ് നമ്മോട് സംസാരിച്ചത്. എത്ര അടി ആഴമുള്ള കിണറാണ്? കടുവയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പറയും പോലെ കടുവ എന്നുള്ള ഭീതി അത് അകലുന്നേ ഇല്ല. അത് ആശങ്ക കൂടിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ എല്ലായിടത്തും അങ്ങനെ ആകുന്നൊരവസ്ഥ വരുന്നു അല്ലേ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പ്രാഥമികമായി കടുവ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ആൾക്ക് വീണിട്ടുണ്ടാവും സ്വാഭാവികമായി. പക്ഷേ പിന്നീട് അത് മറ്റൊരു കൽപ്പടവിലേക്ക് അത് കയറി നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ നേരത്തെ പുറത്തു വന്ന ചിത്രം അവിടെ കയറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അപകടം കടുവയ്ക്ക് പറ്റിയതായുള്ള വിവരമില്ല. വെച്ചാൽ ഇക്കാര്യം ഈ മെഡിക്കൽ സംഘമൊക്കെ എത്തി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മയക്കുവെടി വെക്കേണ്ടതുണ്ട്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ പ്രദേശത്ത് കടുവ ആദ്യമായാണ് എത്തിയതെങ്കിൽ കൂടി പരിസര പ്രദേശങ്ങളിലെല്ലാം കടുവയെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വാഗേരി, കൃഷ്ണഗിരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാഗേരിയിൽ ഒരു യുവാവിനെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. തൊട്ടടുത്ത ഈ ഒരു ബീനാച്ചി എസ്റ്റേറ്റ് ഉണ്ട്. അത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു എസ്റ്റേറ്റാണ്. അവിടെ ഏകദേശം ഒരു വനപ്രദേശത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണുള്ളത് അവിടുത്തെ ആവാസ വ്യവസ്ഥ. അതുകൊണ്ട് ഒരുപക്ഷെ അവിടെയൊക്കെ നിരവധി കടുവകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ ആയിരിക്കാം ഏതെങ്കിലും മൃഗത്തെ അതിനെ ഓടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അങ്ങനെ വീണതായിരിക്കാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.